നിങ്ങൾ അറിഞ്ഞായിരുന്നു രാവിലെ തന്നെ ഞാനും ചേട്ടനും കൂടെ നമ്മുടെ ചെറുക്കൻ്റെ റേഡിയേറ്ററിൽ വെള്ളമൊക്കെ ഒഴിച്ചോണ്ട് ട്രിപ്പ് പോകാൻ ഇന്ന് വോട്ടിടുന്ന ദിവസമായിരുന്നത് കൊണ്ട് തന്നെ റോഡിൽ മുഴുവൻ പാർട്ടിക്കാരായിരുന്നു. നമ്മുടെ വീടിന്റെ അടുത്തുള്ള പമ്പിൽ കയറി 2000 രൂപ ഡീസൽ അടിച്ചിട്ടായിരുന്നു നമ്മൾ പോകാൻ പോയത്. നമ്മുടെ വണ്ടിയിൽ ഡീസൽ അടിച്ച് കഴിഞ്ഞപ്പോഴാണ് നന്ദുവിന്റെ കളർ വണ്ടിയും കൊണ്ട് കിരണണ്ണം പറന്നു വരുന്ന കാഴ്ച ഞാൻ കണ്ടു. പിന്നെ 2 മുതലാളിമാരും കൂടെ ഡീസൽ ടാങ്ക് തുറക്കാനുള്ള പ്രയത്നത്തിലായി. കളർ വണ്ടിയും കൊണ്ട് കിരണണ്ണം ഒറ്റയ്ക്ക് വന്നതുകൊണ്ട് ചേട്ടൻ കൂടെ കളർ വണ്ടിയിൽ കയറി. അങ്ങനെ സിംഗിൾ ആയ ഞാൻ വീണ്ടും സിംഗിൾ. അങ്ങനെ റോഡൊക്കെ ആസ്വദിച്ച് നേരെ പോയത് ആളെ എടുക്കാൻ വേണ്ടി ഈഞ്ചക്കലിൽ തൊട്ടിപ്പുറത്തെ സ്ഥലത്ത് ആളെ എടുക്കാൻ വേണ്ടി പോയപ്പോൾ നമ്മളെയും കാത്ത് വിഷ്ണു കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ഹിന്ദിക്കാരെ കൊണ്ടുള്ള ഒറ്റ ദിവസത്തെ പാക്കേജ് ട്രിപ്പിനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മുടെ വണ്ടിയിൽ ആൾക്കാരെ കൊണ്ടുവന്നപ്പോഴേക്കും നന്ദുവിന്റെ കളർ വണ്ടിയും കൊണ്ട് ചേട്ടനും കിരണണ്ണും കൂടെ വന്നു. അങ്ങനെ ആൾക്കാരെ കയറ്റി വണ്ടി തിരിച്ചപ്പോഴേക്കും നന്ദുവിന്റെ വെള്ള വണ്ടിയും കൊണ്ട് റൂണി സാർ വരുന്നുണ്ടായിരുന്നു. അങ്ങനെ റൂണി സാറിന് ഒരു ചാറ്റയും കൊടുത്ത് നമ്മൾ നേരെ പോയത് ആറ്റുകാൽ ക്ഷേത്രത്തിലേക്കാണ്. ആറ്റുകാൽ ക്ഷേത്രത്തിലെത്തി ഞാനും വിഷ്ണു കൂടെ സൊറ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് നന്ദുവിന്റെ കളർ വണ്ടിയും കൊണ്ട് കിരണണ്ണും ചേട്ടനും വീണ്ടും വരുന്നത്. കിരണണ്ണന്റെ പ്രായത്തിലുള്ള അമ്മച്ചിമാരെ തന്നെ ക്യാബിലിരിക്കാൻ കിരണണ്ണന്റെ കൂട്ടി അതിന്റെ നല്ല സന്തോഷങ്ങളെല്ലാം കിരണണ്ണന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. പക്ഷെ ഇതിന്റെ ഇടയിൽ ചേട്ടൻ എവിടെ പോയിരുന്നെന്ന് മാത്രം കാണാനില്ലായിരുന്നു. അങ്ങനെ ആൾക്കാരെല്ലാവരും ക്ഷേത്രം കാണാൻ പോയപ്പോൾ നമ്മളെല്ലാവരും കൂടെ വണ്ടിക്കകത്തിരുന്ന് കുറച്ച് തള്ളു വർത്തമാനങ്ങളെല്ലാം പറയാൻ തുടങ്ങി. തള്ളുകഥകളുടെ സ്റ്റോക്ക് എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും വണ്ടിയുടെ വെളിയിൽ ഇറങ്ങി ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളം കുടിക്കാൻ വേണ്ടി പോവാൻ നല്ല പൊരിവെയിലത്ത് നല്ല സോഡ നാരങ്ങി കുടിച്ചപ്പോൾ മനസ്സും ശരീരവും കോരങ്ങി തെറിച്ചു. അങ്ങനെ സർബത്ത് കുടിച്ച സന്തോഷത്തിൽ വന്ന് വണ്ടിയിൽ കയറിയപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയുന്ന തള്ളുകഥകൾ കേൾക്കാൻ ഒരു ബായും വന്ന് ഫ്രണ്ടിൽ ഇരിപ്പുറപ്പിച്ച് കളർ വണ്ടിയും കൊണ്ട് കിരണനും ചാടനും ഫ്രണ്ടിൽ നിന്ന് പോകുന്ന കാഴ്ച കണ്ടപ്പോഴേ നമ്മൾ മനസ്സിൽ ഉറപ്പിച്ചാണ് ഇന്ന് എവിടെയെങ്കിലുമൊക്കെ ബ്ലോക്ക് ആവും. റോഡ് ബ്ലോക്ക് ആവുന്ന കാര്യം മാത്രമല്ല, ഓട്ടം കഴിഞ്ഞ് ഷെഡിൽ വരുമ്പോൾ കളർ വണ്ടിയുടെ മുകളിൽ മാങ്ങയും ചക്കയും എല്ലാം കാണും. നന്ദുവിന്റെ കളർ വണ്ടിയും സീക്കയും നമ്മുടെ വണ്ടിയും കൂടെ 3 വണ്ടി ഒരുമിച്ചാണ് ഇന്നത്തെ ട്രിപ്പ് പോകുന്നത്. ആറ്റുകാൽ ക്ഷേത്രം കാണിച്ചിട്ട് നമ്മൾ 3 പേരും കൂടെ നേരെ പോയത് പൂവാറിലേക്കാണ്. നമ്മുടെ 3 വണ്ടിയിൽ വന്നവരെയും ബോട്ടിങ്ങിന് വേണ്ടി കയറ്റി വിട്ടിട്ട് നമ്മൾ 3 പേരും ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഫുഡ് കഴിക്കാൻ പോയി. ഇവിടെ ബോട്ടിങ്ങിന് വരുമ്പോൾ നമ്മൾ ഡ്രൈവർമാർക്ക് ഫുഡ് ഫ്രീ ആണ്. അങ്ങനെ അസലൊരു ഊണും അകത്താക്കി നമ്മുടെ വണ്ടിയിൽ വന്ന ആൾക്കാർ ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ നമ്മുടെ അവിടെ നിന്ന് ആൾക്കാരെ എടുത്ത് നേരെ സ്വറയം പറഞ്ഞ് പോയത് ആഴിമലയിലേക്ക്. ആഴിമലയിൽ വിശാലമായിട്ട് പേൻ പാർക്ക് ഉള്ളതുകൊണ്ട് 3 വണ്ടികളും ഒരുമിച്ച് തന്നെ വണ്ടി പാർക്ക്. വണ്ടിക്കകത്ത് നല്ല ചൂടായതുകൊണ്ട് തന്നെ കളർ വണ്ടിയുടെ ഡിക്കിയും പോക്കി നമ്മളെല്ലാവരും കൂടെ ഡിക്കിയിലിരുന്ന് ഓരോ ഐസ്ക്രീം വാങ്ങിച്ച് കുടിയോടെ. അങ്ങനെ ബെല്ലിടിക്കി ഉള്ളതുകൊണ്ട് വെയിലത്ത് നമ്മൾ ഒരുപാട് രക്ഷപ്പെട്ടു. ആഴിമലയിലെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മുടെ ആൾക്കാർ തിരിച്ചു വന്ന വണ്ടിയിൽ കയറിയപ്പോൾ നമ്മളെല്ലാവരും കൂടെ തിരിച്ച് അവരെ എവിടെ നിന്നാണോ എടുത്ത് അവിടെ തന്നെ കൊണ്ടുവിട്ട് ട്രിപ്പ് തുടങ്ങുമ്പോഴായാലും അവസാനിക്കുമ്പോഴായാലും നെയിം ബോർഡ് URC ഇടുന്നത് നിർബന്ധമുള്ള കാര്യം. ആൾക്കാർ ഇറങ്ങി ഏകദേശം തീരാറായപ്പോഴേക്കും ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കളർ വണ്ടി എത്തി. നമ്മുടെ വണ്ടിയിൽ വന്ന ഹിന്ദിക്കാരെല്ലാം നല്ല ആൾക്കാരായതുകൊണ്ട് ഒരു ചാറ്റ പോലും തരാതെ അവര് പോയി. കിട്ടേണ്ട വാടകയെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയതുകൊണ്ട് നമ്മൾ തിരിച്ച് ഷെഡിലേക്ക് പോവേ. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ബാക്കി നാളെ